ശ്രീ റഫീഖ്, ഈ ബെന്നി കാനിക്കലിന്റെയും അനീഷ് ജേക്കബിന്റെയും ഒക്കെ പണമിടപാടുകൾ താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോഴിതാ ഞങ്ങൾ ആ വാർത്ത പുറത്ത് വിട്ടതിന് ശേഷം ഈ ബെന്നി കാനിക്കൽ അനീഷ് ജേക്കബിനെ വിളിച്ച് പറയുകയാണ്, താങ്കൾ ആ പരാതി പിൻവലിക്കണം, ഞാൻ പണം നിങ്ങൾക്ക് തിരികെ നൽകാം. അതായത് അന്ന് നിയമനത്തിന് വേണ്ടി നൽകിയതാണെന്ന് പറയരുത്, പകരം ഏതെങ്കിലും ഒരു സ്ഥലം ഇടപാടിന് പണം നൽകിയതാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന രീതിയിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഇതിനിടയിൽ കൂടി ഈ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിന് ഇടയിൽ കൂടി ഇതൊക്കെ നടത്തിയാലും ഈ കേസിന്റെ മെറിറ്റ് ഇല്ലാതാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, മെറിറ്റ് ഇല്ലാതാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഓരോ കാര്യങ്ങളും പുറത്തു വരികയാണ്. നിങ്ങൾ നോക്കൂ, എന്തൊക്കെ ഇടപാടുകളാണ് ഇതിന്റെ ഭാഗമായി ഇവർ അനധികൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുക. എന്നിട്ട് ആ തട്ടിപ്പിനിരയാതിന്റെ ഭാഗമായി 2 മനുഷ്യർ ഇവിടെ മരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അതിന്റെ പരാതിക്കാരെ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും ഒക്കെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ്. ഇപ്പോൾ താങ്കൾ പരാമർശിച്ച ബെന്നി എന്ന് പറയുന്ന വ്യക്തി വർഷങ്ങളായി ഈ IC ബാലകൃഷ്ണന്റെ ഉറ്റ തോഴനായി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. കോൺഗ്രസിന്റെ നേതാവാണ്. അപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ നിലയിൽ വലിയ രൂപത്തിലുള്ള പണമിടപാട് നടത്തുന്നു. എന്നിട്ട് അത് ഒത്തുതീർപ്പ് ആക്കുന്നതിന് വേണ്ടി അനധികൃതമായ വഴിയിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഇപ്പോഴും എന്നിട്ട് ഇത്ര കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, IC ബാലകൃഷ്ണനെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഒന്ന്, അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി എഗ്രിമെന്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം പുറത്തു വന്നു. NM വിജയന്റെ എഗ്രിമെന്റ് നേരത്തെ പുറത്തു വന്നു. അതുപോലെ രണ്ടാമതായി, അതെ, ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ, അതായത് പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ്, അതിൽ കൃത്യമായി എന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് IC ബാലകൃഷ്ണന്റെ പേരെഴുതി വെച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറത്തു വരുന്നു. അതിനുശേഷം ജിജീഷ് എന്ന് പറയുന്ന NM വിജയേട്ടന്റെ മകനെ, ആ ജോലിയിൽ നിന്ന് 7 വർഷക്കാലം ജോലി ചെയ്തിരുന്ന മകനെ, ഭിന്നശേഷിക്കാരനായ മകനെ പിരിച്ചുവിട്ട് അവിടേക്ക് വേറെ ആളെ കൊടുക്കുന്നതിന് വേണ്ടി MLA-യുടെ ലെറ്റർ പാഡിൽ എഴുതി വെച്ച കത്ത് പദം പുറത്തു വന്നിരിക്കുന്നു. കൈരളി നേരത്തെ പുറത്തുവിട്ടു. അതുപോലെ തന്നെ ഇപ്പോ ഇതാ ഈ ബെന്നിയുടെ വിഷയം. ബെന്നി എന്ന് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ആ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ബെന്നി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് KE വിനയനെ പോലെയുള്ള DCCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നു. അതിലും IC ബാലകൃഷ്ണനാണ് അതിന്റെ നേതൃത്വം വഹിച്ചത്. ഇപ്പോഴിതാ അതേ ബെന്നി ഈ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യവും കൈരളി ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിട്ടും ഇപ്പോഴും MLA ആയി യാതൊരു മടിയുമില്ലാതെ കടിച്ചു നിലപാട് സ്വീകരിക്കുകയാണല്ലോ കോൺഗ്രസിന്റെ നേതൃത്വം. ഇപ്പോഴും വന്നിട്ട് IC ബാലകൃഷ്ണനെയും ഇത്തരം തട്ടിപ്പുകാരെയും ന്യായീകരിക്കുകയാണല്ലോ. ഇവരാരുടെ ധാർമ്മിക ശേഷിയുള്ള നേതാവെന്നാണ് IC ബാലകൃഷ്ണൻ, ധാർമ്മിക ശേഷിയുള്ള നേതാവാണെന്നാണ് ഇന്ന് T സിദ്ദിഖ് പറഞ്ഞത്. ധാർമ്മികതയുടെ കണിക പോലും ഇല്ലാത്തതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇവിടെ മരിച്ചു കിടക്കുന്നത് ആരാണ്? ഏതെങ്കിലും സാധാ പ്രവർത്തകൻ പോലുമല്ല. കോൺഗ്രസിന്റെ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസിന്റെ DCC ട്രഷററാണ്. ഒരു മരണമല്ല, അദ്ദേഹം ഭിന്നശേഷിക്കാരനെ തന്റെ മകനെ കൂടെ ഈ ഇതിലേക്ക് മരണത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അത് ഉണ്ടാക്കിയതാരാണ്? IC ബാലകൃഷ്ണനാണ്. അത് കൃത്യമായി ആ വിജയത്തിന് എഴുതി വെക്കുന്നു. എന്നിട്ട് എന്ത് ധാർമ്മികതയെ കുറിച്ചാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? ഇവരെ കുടുംബത്തെ വീണ്ടും വീണ്ടും കൊല ചെയ്യുകയാണ്. അതാണ് നമ്മൾ CPIM നേരത്തെ പറഞ്ഞത്. ഇത് ആസൂത്രിതമായി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം ഇവിടെ ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ, NM വിജയന്റെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും വസ്തുതയാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലാണല്ലോ നമ്മൾ കൈരളി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരുന്നത്. അങ്ങനെ വന്നിട്ടും ഇപ്പോഴും കർണാടകയിൽ ഉണ്ട് എന്ന വീഡിയോ സന്ദേശത്തിൽ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അടുത്ത ദിവസം വയനാട്ടിലെത്തുമെന്നാണ്. വയനാട്ടിൽ അദ്ദേഹം ഇപ്പോഴും എത്തിയില്ലല്ലോ. സ്വന്തം ജനങ്ങളെ ജനപ്രതിനിധി വയനാട്ടിൽ എത്തണമെങ്കിൽ റഫീഖ്, വയനാട്ടിൽ എത്തണമെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ കോടതി കേസ് പരിഗണിക്കുന്ന ദിവസമാണല്ലോ. അതിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ വയനാട്ടിലേക്ക് വരാൻ സാധിക്കൂ. അതല്ല, അത് മാത്രമല്ല, അത് കേസ് പരിഗണിക്കട്ടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ ഗതികേട് നിങ്ങൾ ആലോചിക്കൂ. അതായത് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായി തുടരാൻ എന്ത് ധാർമ്മികതയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്വന്തം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഒളിച്ചോടേണ്ടി വരുന്ന അത്രയും തെറ്റ് ചെയ്തൊരു MLA ആയി അദ്ദേഹം മാറിയല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചോടിയത്. അദ്ദേഹത്തിന് ഒളിച്ചോടി വേണ്ടി വന്നിരിക്കുകയാണല്ലോ. എന്നിട്ട് ഇപ്പോഴും ധാർമ്മികതയെ കുറിച്ച് സിദ്ദിഖ് പറഞ്ഞു എന്നാണല്ലോ താങ്കൾ ഇവിടെ പറഞ്ഞത്. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതെ,
അതെ അതെ, ഈ സിദ്ദിഖിനെ കുറിച്ചും നേരത്തെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിദ്ദിഖിനെ പലതവണകളായി ബന്ധപ്പെട്ട് ഒരു പത്രോസ് എന്ന് പറയുന്ന വ്യക്തി SP കൊടുത്ത പരാതിയിൽ അതിന്റെ ഭാഗമായി അദ്ദേഹം പറയുന്നുണ്ട്, പലതവണകളായി സിദ്ദിഖ് MLA കാണാൻ പോയതും സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം താമരച്ചാലിൽ ഐസക് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിനെ സമീപിച്ചിരുന്നുവെന്ന്. അതെ, താമരച്ചാൽ ഐസക് കൈരളി ചാനലിനോട് പറഞ്ഞല്ലോ, സിദ്ദിഖിനെ സമീപിച്ചു, ഓഫീസിൽ പോയി പലതവണ വിളിച്ചു. അദ്ദേഹം എല്ലാം ഇതിന് കൂട്ടുകൃഷിയിൽ ഇവർക്കെല്ലാം പങ്കാണ്. അതുകൊണ്ടാണ് ആരും തള്ളിപ്പറയാത്തത്. ഇതിന് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കെല്ലാം ഈ സാമ്പത്തിക ഇടപാടിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും ഇത്രയുമായിട്ടും ഇവരെ ന്യായീകരിക്കേണ്ടി വരുന്നത്. ഇത് നിങ്ങൾ നോക്കൂ, സാധാ പ്രവർത്തകരെല്ലാം, കോൺഗ്രസിന്റെ സാധാ പ്രവർത്തകരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോഴും നേതൃത്വത്തിൽപ്പെട്ട ടി സിദ്ദിഖിനും ND അപ്പച്ചനും അതുപോലെ തന്നെ ഈ പറഞ്ഞ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം, KPCC നേതൃത്വം അവർക്ക് കത്ത് നൽകിയിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണാൻ യാതൊരു ഇടപെടലും നടത്താതിരുന്ന സുധാകരനാണല്ലോ അന്തവും കുന്തവുമില്ലാത്ത കുടുംബം ഇപ്പോൾ ആക്ഷേപിച്ചത്. VD സതീശനാണല്ലോ ഇവർ ഭീഷണിപ്പെടുത്തിയാണ് ആക്ഷേപിച്ചത്. അപ്പൊ അവരെല്ലാം ആരുടെ ഒപ്പമാണ് എന്ന് ചോദിച്ചാൽ അവരെല്ലാം IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വേട്ടക്കാർക്കൊപ്പമാണ്. അതിന് കാരണം അവർക്കെല്ലാം ഇതിൽ പങ്കുണ്ട് എന്നതാണ്. വളരെ ഗൗരവമായി കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഇവിടെ പുറത്തു വരുന്നത്. ഇനിയും കടിച്ചു നിൽക്കാതെ അടിയന്തരമായ MLA സ്ഥാനത്ത് രാജിവെച്ച് ഒഴിയാനാണ് തയ്യാറാവേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയ പ്രതിഷേധം നാട്ടിലുണ്ടാകും. ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് CPIM സമരവുമായി മുന്നോട്ട് പോകും.